ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് മോട്ടിവേഷന്റെ ക്ലാസ് ആണ്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ലിസണിങ്ങിന്റെ 5 കാറ്റഗറിയാണ്. എങ്ങനെയൊക്കെയാ വരുന്നതെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് അതായത് ലിസണിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ഓഫ് ലിസണിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാ അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിന്റെ ഒന്നാമത്തെ വന്നിട്ട് വി ഷോ ദാറ്റ് വി ആർ സീരിയസ്. അതായത് അവരിപ്പൊ നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളത് ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും, നമ്മൾ തലയൊക്കെ ആട്ടും. നമ്മൾ സീരിയസ് ആയിട്ട് ഇരിക്കുവാന്നത് അവർക്കും കൂടി മനസ്സിലാവും. നമ്മൾ ഇങ്ങനെ ക്ലാസ് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. നമ്മൾ തലയൊക്കെ ആട്ടി അവരെ തന്നെ നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ, ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ നമ്മൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴത്തേക്കും അവരെ തന്നെ നോക്കി തലയൊക്കെ ആട്ടിയിരിക്കുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും നമ്മളൊക്കെ സീരിയസ് ആയിട്ട് കേൾക്കുന്നതെന്നുള്ളത്. പിന്നെ നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേക്കും അവർക്ക് കൂടുതലായിട്ട് ഉറപ്പാവും നമ്മൾ സീരിയസ് ആയിട്ടാണ് ഈ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നതെന്നുള്ളത് അവർക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മൾ എപ്പോഴും സീരിയസ് ആയിട്ട് ഇരിക്കുക. ടു ഷോ വി ആർ സീരിയസ്, നമ്മൾ സീരിയസ് ആണെന്ന് നമ്മൾ അവരെ കാണിച്ചു കൊടുക്കുക. നമ്മൾ തലയൊക്കെ ആട്ടി കണ്ണുകളിലേക്ക് നോക്കുക, അവരെ തന്നെ നോക്കുക. നമ്മൾ അവരുടെ കണ്ണല്ല, മീൻസ് അവർ പറയുന്നത് എന്തുവാണ് അവരുടെ മുഖത്തേക്ക് നോക്കുക. നമ്മൾ നോക്കി, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ അത് ചെയ്യുക. ഇപ്പൊ അവരെന്നല്ല, ഇപ്പൊ നമ്മൾ ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഐ കോണ്ടാക്ട് മസ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ അവരെ നോക്കി തന്നെ സംസാരിക്കണം. നമ്മൾ ഐ കോണ്ടാക്ട് വേറെ വല്ലയിടത്തും നോക്കി സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല, നമുക്ക് അത്ര നല്ലതല്ല. നമ്മളെപ്പോഴും അവരെ നോക്കി തന്നെ സംസാരിക്കണം. ഐ കോണ്ടാക്ട് മസ്റ്റ് ആണ് നമ്മൾ ചെയ്യണം. പിന്നെ വി ഡിസ്പ്ലേ റെസ്പെക്ട് ടു അതേഴ്സ് വ്യൂ പോയിന്റ്. അതായത് അവര് പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുക, അവരെ റെസ്പെക്ട് ചെയ്യുക. ഇപ്പൊ നല്ല രീതിയിൽ ക്ലാസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യും. നമുക്ക് മനസ്സിലാവുന്ന പോലെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഓരോരുത്തരുടെ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഡിഫറെന്റ് രീതിയിലായിരിക്കും. ഓക്കെ, അപ്പൊ ചിലവര് ബേസ് ആയിരിക്കും, ചിലർക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ എത്ര ക്ലാസ് എടുത്താൽ അവർക്ക് പതുക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ചിലവർ വന്നിട്ട് ഫാസ്റ്റ് ആയിട്ട് പിക്കപ്പ് ചെയ്യുന്നവരുണ്ട്. നമ്മളിപ്പോൾ ഓരോന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് അത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ചിലർക്കുണ്ട്, ചിലർക്ക് അതില്ല. ചിലർ പെട്ടെന്ന് നമ്മൾ ഒരു കാര്യം 10 പ്രാവശ്യം പറഞ്ഞാൽ തന്നെ അവർക്കത് പിടിച്ചു വെക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ പല രീതിയിലുള്ള സ്റ്റുഡൻസ് ആയിരിക്കും നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഉണ്ടാവുക. അപ്പൊ അവർക്ക് മനസ്സിലാവും. ഇപ്പൊ പഠിപ്പിക്കുന്ന ആൾക്കായിരിക്കും ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് അവർക്കുള്ളത്, അവർക്ക് ഇംഗ്ലീഷ് എത്രത്തോളം അറിയാം, എങ്ങനെ കഴിവുണ്ട് എന്നൊക്കെ ഉള്ളത് അവർക്ക് അപ്പരായിരിക്കും മനസ്സിലാവുക. അവരതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഒബിയസ്ലി നമുക്ക് അവരോട് റെസ്പെക്ട് തോന്നും. വ്യൂ പോയിന്റ്, അവരുടെ വ്യൂ പോയിന്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ വി ഡിസ്പ്ലേ റെസ്പെക്ട് ടു അതേഴ്സ് വ്യൂ പോയിന്റ്. അവരുടെ വ്യൂ പോയിന്റ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അവരുടെ റെസ്പെക്ട് ഉണ്ട്. നമ്മൾ അതുപോലെ ആയിരിക്കും ക്ലാസ്സിൽ ഇരിക്കുക, അവർ പറഞ്ഞ കേൾക്കുക. ഒബിയസ്ലി അവർ നല്ല ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒബിയസ്ലി നമുക്ക് അവരോട് റെസ്പെക്ട് തോന്നാം. പിന്നെ മൂന്നാമത്തെ വന്നിട്ട് ഹെൽപ്പ് അസ് ടു ലേൺ. അവർ പറയുന്ന ഓരോ കാര്യങ്ങളിലും നമുക്ക് സഹായിക്കും. നമുക്ക് ഉറപ്പായിട്ടും പഠിക്കാനായിട്ട് പറ്റും. നല്ല ഒത്തിരിയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇംഗ്ലീഷിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പല ഗുണങ്ങളും നമുക്ക് ഉണ്ടാവും. പിന്നെ നാലാമത്തെ വന്നിട്ട് ഹെൽപ്പ് അസ് ടു അഡാപ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് അഡാപ്റ്റ് ചെയ്യാൻ, നമുക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാനും നമുക്കത് മനസ്സിലാക്കാനും പറ്റും നല്ലതുപോലെ. ഇപ്പൊ അതുപോലെ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പൊ ചിലർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിലവര് ഫാസ്റ്റ് ആയിട്ട് പിക്കപ്പ് ചെയ്യും, ചിലർ ഭയങ്കര സ്ലോ ആയിരിക്കും. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് അവര് നല്ലതുപോലെ ക്ലാസ് എടുക്കും. ഇപ്പൊ ഫാസ്റ്റ് ആയിട്ട് പിക്കപ്പ് ചെയ്യുന്നവർക്ക് അവർക്ക് കൂടുതൽ മെനക്കെടേണ്ടി വരത്തില്ല, വെച്ചാൽ കൂടുതൽ പറഞ്ഞു കൊടുക്കേണ്ടി വരത്തില്ല. പെട്ടെന്ന് തന്നെ അവർ മനസ്സിലാക്കി പോകുന്നുണ്ട്. ഇപ്പൊ ഒട്ടും മനസ്സിലാവാത്തവർക്കാണ് അവർ കൂടുതൽ സമയം എടുത്ത് അവരെ മനസ്സിലാക്കി വരുന്നത്. അവരതൊരു കഴിവാണ് അങ്ങനെ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മളത് മനസ്സിലാക്കണം. അത്രത്തോളം അഡാപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയാറ്. അഡാപ്റ്റ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കുക, നമ്മൾ നല്ലപോലെ ചെയ്യുക. അപ്പൊ അതാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് എമ്പതി എന്ന് വെച്ചാൽ നമുക്ക് സഹാനുഭൂതി, നമുക്കൊരു ഇതൊക്കെ തോന്നും, എമ്പതിയൊക്കെ തോന്നും. അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോരുത്തർക്കും അവർക്ക് പഠിപ്പിക്കുന്ന ആൾക്കാർക്കും അറിയാം സ്റ്റുഡൻസിന് എന്താ പ്രശ്നം, ആരൊക്കെ നന്നായി പഠിക്കുന്നു, എത്ര പേര് നല്ല. ഇപ്പൊ ഓരോരുത്തരുടെ ഇംഗ്ലീഷ്, ഇപ്പൊ ആരെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷിന് വരുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാൾക്ക് ആരെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല, ഇപ്പൊ അവരുടെ അടുത്ത് കിരി വരികയാണ് പഠിക്കാനായിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. കാരണം വെച്ചാൽ അവർക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട്. ഇപ്പൊ ഒരാൾ ഇംഗ്ലീഷ് പറയുന്ന രീതി വെച്ച് നോക്കിയാൽ ഇവര് എന്താ ബിഗിനേഴ്സ് ആണോ അതോ കുറച്ച് മിഡിൽ ഏജ് ആണോ, മിഡിൽ ആയിട്ടുള്ള മീൻസ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന മിഡിൽ ആയിട്ടുള്ള ഒരാൾക്കാരാണോ അതോ കുറച്ച് അഡ്വാൻസ് ലെവലിൽ സംസാരിക്കുന്ന, നമുക്ക് ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഇവർക്ക് അറിയാവുന്നുള്ളത്. അതൊരു ടീച്ചറിന് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ അവർക്ക് അതൊരു സഹാനുഭൂതി പോലെ തോന്നാം. കാരണം വെച്ചാൽ എത്ര ഹാർഡ് വർക്ക് വെച്ചാൽ അവർക്ക് ഓരോ സ്റ്റുഡൻസിനെ എങ്ങനെ പഠിപ്പിച്ചാലാണ് ഇവര് പിക്കപ്പ് ആവുക എന്നുള്ളതും
ടീച്ചർമാർക്കേ അറിയത്തുള്ളൂ. ഇപ്പൊ വീക്കായ സ്റ്റുഡൻസിനെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പൊ അത് എത്രത്തോളം ആണെന്നുള്ളത് അവർക്ക് തന്നെ അത് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നമ്മൾ അതുപോലെ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ ഇന്നീ പറഞ്ഞ 5 പോയിന്റ്. ഒന്നും കൂടി പറയാം. വിഷ്വൽസ് നമ്മൾ സീരിയസ് ആയിട്ട് ഇരിക്കുക. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് നമുക്ക് കേൾക്കാം. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അഡോപ്റ്റും അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഓക്കെ, പിന്നെ അതല്ല മെയിൻ ആയിട്ട് വി ഡിസ്പ്ലേ റെസ്പെക്ട്, നമ്മൾ റെസ്പെക്ട് കൊടുക്കുക. വ്യൂ ഓഫ് അതേഴ്സ് പോയിന്റിൽ നല്ലതുപോലെ റെസ്പെക്ട് ചെയ്യാനായിട്ട് പഠിക്കുക. പിന്നെ ഹൗ ടു ലേൺ, നമ്മൾ എങ്ങനെ പഠിക്കുക, ഹെൽപ്പ് അസ് ടു ലേൺ എന്നുവെച്ചാൽ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി സഹായമായിരിക്കും നമുക്ക് പഠിക്കാനായിട്ട്. പിന്നെ നമ്മൾ അത് അഡോപ്റ്റ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യുക. അവർ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ നല്ലതുപോലെ എടുത്തത് മനസ്സിലാക്കി നമ്മൾ ചെയ്യും. പിന്നെ എമ്പതി, സഹാനുഭൂതി നമുക്കുണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഇമ്പോർട്ടൻസ് ആണ് ഇംഗ്ലീഷ് ലേണിംഗ് എന്താ നമുക്ക് ലിസണിങ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഒക്കെ നമ്മൾ നല്ലതുപോലെ ലിസൺ ചെയ്യുക. ഇപ്പൊ ഒരാൾ കഷ്ടപ്പെട്ട് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ കേൾക്കാതെ ഇരുന്നാൽ അവർക്ക് പ്രത്യേകിച്ചും ബെനിഫിറ്റ് ഒന്നും ഇല്ല. പക്ഷെ നമുക്കായിരിക്കും അത് നഷ്ടപ്പെടും. അവർക്ക് അത്രയും കഷ്ടപ്പെട്ട് ക്ലാസ് എടുക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് കേൾക്കാനായിട്ടെങ്കിലും നമ്മൾ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മൾ നല്ലതുപോലെ കേൾക്കുക. അവർ പറയുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി ഒരു കോച്ചിങ് സെന്റർ വിട്ടു എന്ന് മാത്രമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കത്തില്ല. നമ്മളും കൂടി കഷ്ടപ്പെടണം കൂടെ. അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യാനാ ഉള്ളത്. പക്ഷെ നമ്മൾ അവരുടെ കൂടെ നിന്ന് നമ്മളും പഠിക്കണം ഇംഗ്ലീഷ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പുസ്തകം വായിക്കണം. പിന്നെ അവർ പറയുന്ന ക്ലാസ്സിലൊക്കെ നമ്മൾ ഈസി ആയിട്ട് അഡോപ്റ്റ് ചെയ്യണം. എന്നുവെച്ചാൽ ഈസി ആയിട്ട് അഡോപ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ മനസ്സിലാക്കണം അവരെന്തോ പറയുന്നുള്ളത്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത്രയും പോയിന്റ് ആണ്, ഈ 5 പോയിന്റ് ആണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ അതിന്റെ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കനും ഉണ്ടാവും. സോ അതും കൂടി നിങ്ങൾ എനേബിൾ ചെയ്താലേ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരത്തുള്ളൂ. അപ്പൊ മാത്രമേ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അപ്പൊ അത്രയേ ഉള്ളൂ. സോ അപ്പൊ ആർക്കെങ്കിലും ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. സോ അപ്പൊ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അപ്പൊ പറയുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി മക്കളെ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കുന്നുണ്ടാവും. നിങ്ങളൊന്ന് ജസ്റ്റ് വിളിച്ചാൽ മതി. അത് വാട്സപ്പ് നമ്പറാണ്. അപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടും ചോദിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ വിളിക്കാനായിട്ട് പറ്റിയില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയച്ചിട്ട് എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങളൊരു ബുദ്ധിമുട്ടും മടിയും നിങ്ങളൊന്നും വിചാരിക്കേണ്ട. സോ അപ്പൊ അത്രേ ഉള്ളൂ. സോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട്, ഇനി എന്തെങ്കിലും ക്ലാസ്സിൽ ആവശ്യമുണ്ട്, അതായത് മോട്ടിവേഷന്റെ ക്ലാസ്, അങ്ങനെ പല ക്ലാസ്സും നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞാൽ മതി. കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഉടനെ തന്നെ ക്ലാസ്സിലൊക്കെ നോക്കിയിട്ട് അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പൊ അത്രേ ഉള്ളൂ. സോ അപ്പൊ എല്ലാവർക്കും എന്റെ അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും സി യു.